നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. സർവറുഹരോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്ന് വന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം എന്താ വെച്ചാല്, ഇത് വന്നിട്ട് ഒരുപാട് പേര് പല പേര് വന്നിട്ട് സീക്രട്ടായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതായത് നമ്മൾ നിറയെ പേരെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ യോസിക്കും, ഇവർക്കിട്ടെല്ലാം എങ്ങനെ ഇത്രയും കാശ് വന്നു, ഇവങ്ക ഏത് മനസ്സിൽ വെച്ചു വിചാരിക്കുന്നു അതെല്ലാം നടന്നിട്ടേ ഇരിക്കുന്നല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കൂല്ലേ മനസ്സില്. അതിക്കെല്ലാമേ സീക്രട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡ് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതാരും ഓപ്പൺ ആയിട്ട് വെളിയിൽ പറയുന്നില്ല. ഇതൊരു രഹസ്യം. ഇത് എപ്പോഴും രഹസ്യമായി തന്നെ ഇരിക്കും. അങ്ങനെയാണ് ഇതിനെ പറയപ്പെടുന്നത്. വെളിയിൽ ആരും ആരുടെ കൂടെയും ഡിസ്കസ് ചെയ്യാത്ത സീക്രട്ട് ആയിട്ടുള്ള ഒരു വിഷയം. ഇന്നേക്ക് ഞാൻ നിങ്ങൾക്ക് വന്നിട്ട് അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആ മെത്തേഡ് എന്ന്. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് വിഷയം കേട്ടാലും അത് അപ്പടിയേ അങ്ങനെയേ നിങ്ങൾക്ക് നടന്നു കിട്ടും. പ്ലസ് കൂടെ വന്നിട്ട് പണം പ്രശ്നം, എനിക്ക് കടം പ്രശ്നം അങ്ങനെ പറയുമില്ലേ, അതെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് ശുദ്ധമായിട്ട് അത് നിങ്ങളെ വിട്ടേ അകന്നു പോവും. നിങ്ങൾ മനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അളവിന്, നിങ്ങൾക്കത് യോസിച്ചേ പാക്ക മുടിയാത്ത അളവിന് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നിട്ടേയിരിക്കും. അപ്പോ എന്താ സീക്രട്ട് എന്ന് നമുക്ക് നോക്കാം. എന്നാ വന്നോളൂ, വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ വിഷയം എന്താ വെച്ചാല്, അതായത് ഇത് വന്നിട്ട് നിങ്ങൾ തനിയാ ഒന്നിനും പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രേ ചെയ്യാതെ തന്നെ എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പണം, കാശ്, കഷ്ടം അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യൂല്ലേ. ഓപ്പണാ പറഞ്ഞാല് ഒരു വൈരാഗ്യ ലക്ഷ്മി എന്ന് ഇവര് നമ്മൾ പറയും. അത് എന്താണ് വൈരാഗ്യലക്ഷ്മി എന്നാല്, ലക്ഷ്മികളിലെ നിറയെ വകയില് ഇരിക്കുന്നുണ്ട്. ഈ വൈരാഗ്യലക്ഷ്മി വഴിപാട് എന്താച്ചാല്, നല്ല ജീവിതത്തിൽ ഇരിക്കുന്നവര് പെട്ടെന്ന് അധപ്പതിക്കുന്നു. നല്ല ജീവിതത്തിൽ ഇരുന്നിട്ട് അവർക്ക് അവരുടെ ജീവിതവും നഷ്ടപ്പെട്ടു, പണവും നഷ്ടപ്പെട്ടു. എന്നാല് ഒരു വൈരാഗ്യത്തോടെ അവര് ഞാൻ ജീവിച്ചേ ആവണം, എന്ത് ത്യാഗം സഹിച്ചും എനിക്ക് തിരിച്ചു വന്നേ പറ്റൂ, അങ്ങനെ ഇരിക്കുമല്ലേ. അങ്ങനെ ഇരിക്കുന്നവരെ എല്ലാമേ എന്നെങ്കിലും ഒരിക്കലും ലൈഫ് എനിക്ക് പഴയതുപോലെ നല്ല രീതിയിലാവുമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്നവര് എല്ലാം, എന്റെ ജീവിതം നന്മയാകും, എന്റെ ജീവിതത്തിൽ ഞാൻ പണക്കാരിയാകും, അങ്ങനെ ചിന്തിക്കുന്നവര്, അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും ഈ ലക്ഷ്മി വഴിപാട് വ്യാഴാഴ്ച ചെയ്യുക. ഇത് വന്നിട്ട് സൂപ്പറാ വന്നിട്ട് വർക്കൗട്ട് ആവും. ബിക്കോസ് വ്യാഴാഴ്ച എന്നത്, തേഴ്സ്ഡേ എന്നത് ഗുരു ഭഗവാനുക്ക് ഉകந்த നാള്, ഗുരു ഭഗവാനോട് അരുള് നമുക്ക് ലഭിക്കുന്ന നാള്. സോ ഈ ദിവസം നിങ്ങൾ, വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഗുരുഹോരയിലാണ് ഈ വഴിപാട് ചെയ്യേണ്ടിയത്. അത് പറ്റാത്തവർക്ക് നോർമലി ഈ ദിവസം, വ്യാഴാഴ്ച ദിവസം തീരുന്നതിന് മുന്നേ, രാത്രി 12 മണിക്ക് മുന്നേ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. കാരണം ഇത് വന്നിട്ട് അത്രയും ഒരു മഹിമ പുറന്തത്. ശരിയാ. ഇത് ചെയ്യുന്നവർക്ക്, ചെയ്ത് കഴിഞ്ഞവർക്ക്, ഞാനിത് പകർന്നു കൊടുത്ത് ചെയ്തവർക്ക് വിജയം മാത്രമാണ് അവരുടെ ബലം. തോൽവി എന്നത് അവരുടെ ലൈഫിൽ ഇനി വരവേ വരാതെ വിജയം മാത്രം. കഷ്ടം എന്നുള്ളൊരു വാർത്തയെ അവരുടെ വായിൽ വരില്ല. ശരിയാ. ആ അളവിന് പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. നിറയെ നാട്ടില്, നിറയെ സ്ഥലങ്ങളില്, അവിടെ എല്ലാം ഈ വഴിപാട് ചെയ്തു വരികയാണ്. മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് നോക്കിയാല് അത് വന്നിട്ട് തമിഴ്നാട്ടിലാണ് ജാസ്തിയായിട്ട് ചെയ്തു വരുന്നത്. ഇതൊരു മുഖ്യമായ വഴിപാടായിട്ട് അവര് സീക്രട്ടായിട്ട്, രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ചെയ്യുന്ന വഴിപാട്, ഇതിനാലെയാണ് ഞാൻ നല്ലായിരിക്കുന്നു എന്ന് ആരും ഓപ്പണായിട്ട് പറയില്ല. എന്നാൽ ഇതൊരു സിമ്പിളായ വിഷയം, പക്ഷെ മഹിമയാർന്ന ഒരു വഴിപാട്, ആരും ഓപ്പണായിട്ട് പറയാത്ത ഒരു വഴിപാട്. അവര് ചെയ്തിട്ടേ ഇരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് അത് പകർന്നു കൊടുക്കില്ല. എന്നുവെച്ചാല് ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിയാല് ഞാൻ നന്നായിരുന്നാ മതി, നീ നന്നാവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയാണല്ലോ. മനസ്സിലാവുമെന്ന് കരുതുന്നു. ഈ വഴിപാട് വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ട് വന്നിട്ട് വേല ചെയ്യും, നന്നായിട്ട് വർക്കൗട്ട് ആവും. ഇതിൽ വന്നിട്ട് ഒരു ചില വിഷയങ്ങൾ, നമ്മൾ ചെറിയ കാര്യങ്ങൾ, ട്രിക്കുകൾ ആഡ് ചെയ്താല്, അങ്ങനെ നമ്മൾ ചെയ്ത് എന്ത് ചോദിച്ചാലും നമുക്കത് നടത്തിത്തരും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. ഇതിന് എന്തെല്ലാം പൊരുൾ വേണമെന്ന് ഞാൻ പറയാം, അതെല്ലാം കളക്ട് ചെയ്തോളുക. ഫസ്റ്റ്, ഈ വഴിപാട് നിങ്ങൾ ഇന്നത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല വെച്ചാൽ നിങ്ങൾ ഗുരുഹോരയിൽ ചെയ്തോളുക. ഗൂഗിളിൽ നിങ്ങൾ ഗുരുഹോര ടൈമിങ്സ് നോക്കിയാൽ അത് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ടൈമിങ്സ് നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്തോളുക. ഇനി
എന്തെല്ലാം പൊരുൾകൾ വെച്ച് ഇതിന് വഴിപാട് ചെയ്യണച്ചാല് ഈ ധൈര്യലക്ഷ്മിയോടെ ഒരു ഇഷ്ടപ്പെട്ട പൊരുൾ എന്താച്ചാല് ദാറ്റ് മീൻസ് ഇത് വെച്ച് ചോദിച്ചാൽ മാത്രം മതി. ഈ പൊരുൾക്കാകെ എന്താ അമ്മ വന്നിട്ട് ഇറങ്ങി വരും. അങ്ങനെ ഒരു ചില പൊരുൾകൾ ഇരിക്കുന്നുണ്ട്. ആ എല്ലാ പൊരുളും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ പൊരുൾകൾ വന്നിട്ട് എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം വെച്ചാല് ഒരു ചില വിഷയങ്ങൾ അതിൽ ചേർത്ത് നമ്മൾ അത് യൂസ് ചെയ്യണം. നമ്മുടെ വീട്ടില് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ അരി, ചോറ് വയ്ക്കുന്ന അരി, പച്ചരി അല്ല ചോറ് വയ്ക്കുന്ന അരിയാണ്. ഈ അരി വന്നിട്ട് നിങ്ങൾ ഒരു പിടി അളവിന് എടുത്തോളുക. ഈ ഒരു പിടി അരി നിങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് വിഷയം ശരിയാവണോ, ധനത്തിനായിട്ട് എനിക്കിരിക്കുന്ന എല്ലാ പണക്കഷ്ടങ്ങളും ശരിയാവണം, അല്ലച്ചാല് ഞാൻ ചോദിക്കുന്ന ജോലി കിട്ടണം, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കണോ അതെല്ലാം നിങ്ങൾ ചോദിച്ചോളുക. ഒരു കൈപ്പിടി അരി എടുത്ത് നിങ്ങൾ കയ്യിലേ വച്ചിരിക്കണം. ദെൻ ആ അരി എന്ത് ചെയ്യണം വെച്ചാല് നിങ്ങൾ ഒരു തട്ടിലോ അല്ലെങ്കിൽ ഒരു കിണ്ണത്തിലോ ഇടണം, വെച്ചോളുക. ഇപ്പൊ നമ്മള് പ്ലേറ്റില് ഇല്ലെങ്കിൽ കിണ്ണത്തിലിട്ടല്ലോ, ഇതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ട വേറൊരു പൊരുൾ എന്താ വെച്ചാല് നല്ല ശുദ്ധമായ തേനാണ്. അത് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതോ അതിലോട്ട് ഒഴിച്ചോളുക. ഇതിന്റെ കൂടെ ഇന്നൊരു പൊരുളും ഒരുക്കുന്നുണ്ട്. അത് ഏത് പൊരുളാച്ചാല് ഇത് കൂടെ നമ്മള് പഞ്ചസാര, വൈറ്റ് ഷുഗർ ഇല്ലേ, വൈറ്റ് കളറിലെ പഞ്ചസാര മിക്സ് ചെയ്യണം. ഒരേ ഒരു സ്പൂൺ മതി കേട്ടോ. ഫസ്റ്റിൽ അരി എടുത്തോളുക. അരിയിൽ നമ്മൾ തേന് മിക്സ് ചെയ്യുക. ഇതിന്റെ കൂടെ നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്തോളുക. തീർന്നില്ല, ഫൈനലി ഇതിന്റെ കൂടെ ഇന്നൊരു പൊരുൾ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. ഒരു സ്പൂണ് നെയ്യും കൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തോളുക. ഈ 4 പൊരുൾകളാണ്, ഈ 4 വസ്തുക്കളാണ് ഈ വഴിപാടിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കാരണം ഓരോരോ വഴിപാടിനും ഓരോരോ സ്പെഷ്യൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് ആ സ്വാമിക്ക് ഇഷ്ടപ്പെട്ടത്, ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. ഇതാണ് ഈ ദൈവത്തിന് സ്പെഷ്യലായ പൊരുൾകള്. ഇത് ചെയ്താൽ മതി എന്നത് മാതിരി. ശരിയാ? ഈ ധൈര്യലക്ഷ്മി വഴിപാടിന് ഇതാണ് ഒരു സ്പെഷ്യലായ വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാ? ഈ 4 പൊരുൾകളെയും നിങ്ങൾ ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വന്നിട്ട് ഒരു പ്രസാദമായിട്ട് ദേവിയെ മനസ്സിൽ കരുതി നിങ്ങൾ വെച്ചാലേ പോതും. ഈ പ്രസാദത്തിന് വേണ്ടി, ഈ പൊരുളിനായിട്ട് വേണ്ടി ഈ അമ്മ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് നമ്മൾ എന്താവശ്യപ്പെടുന്നുവോ അതമ്മ തന്നിരിക്കും. വൈരാഗ്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, അമ്മ നമ്മളെ അനുഗ്രഹിക്കും. നോക്കൂ, ഇത് ഓരോരോ പൊരുൾ നോക്കിയാലും നമുക്ക് സാമ്പത്തിക മുന്നേറ്റത്തിനുള്ളത് അത് നമുക്ക് ഏർപ്പെടുത്തി തരും. പ്ലസ് വന്നിട്ട് നമുക്കിരിക്കുന്ന എല്ലാ കഷ്ടങ്ങളെയും ശരിയാക്കി തരും. എന്ത് കേട്ടാലും അതുപോലെ ചെയ്തു തരും. അരി, തേന്, പഞ്ചസാര, നെയ്യ്, ഇതെല്ലാം ഒത്തിരി വിശേഷമായത്. ഇതുപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കേട്ടാലും അത് നടക്കും. അങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിയാ? ഇത് വന്നിട്ട് അമ്മയെ മനസ്സിൽ കരുതി അമ്മയ്ക്കെന്ന് വെച്ച് ഒരു ദീപം വെച്ചിട്ട്, അത് ദീപം വയ്ക്കാൻ പറ്റുന്നവര് വെച്ചോളുക, അല്ലെങ്കിൽ അമ്മയ്ക്കെന്ന് വെച്ചിട്ട് ഇത് നൈവേദ്യം വെച്ചോളുക, പ്രസാദമായിട്ട് കരുതി വെച്ചോളുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ശക്തിയാർന്ന ധൈര്യലക്ഷ്മി ദേവിയുടെ മന്ത്രം ഇരിക്കുന്നുണ്ട്. ഈ മന്ത്രത്തെ വന്നിട്ട് നിങ്ങൾ 27 ടൈംസ്, അതായത് 27 തവണ ചൊല്ലണം. നോക്കിക്കോളൂ, ഞാൻ മന്ത്രം ഏതാണെന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം. കെയർഫുൾ ആയിട്ട് കേട്ട് മനസ്സിലാക്കിക്കോളൂ, എഴുതി വെച്ചോളൂ. നോക്കൂ, ഇതാണ് മന്ത്രം. ഓം ഹ്രീം ശ്രീം ക്ലീം ശ്രീം മഹാലക്ഷ്മി ആകർഷ ആകർഷ മമ മന്ത്രേ ദിഷ്ട ദിഷ്ട സ്വാഹ. ഓം ഹ്രീം ശ്രീം ക്ലീം ശ്രീം മഹാലക്ഷ്മി ആകർഷ ആകർഷ മമ മന്ത്രേ ദിഷ്ട ദിഷ്ട സ്വാഹ. ഒന്നുകൂടെ ചൊല്ലിത്തരാം. ഓം ഹ്രീം ശ്രീം ക്ലീം ശ്രീം മഹാലക്ഷ്മി ആകർഷ ആകർഷ മമ മന്ത്രേ ദിഷ്ട ദിഷ്ട സ്വാഹ. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ 27 തവണ ചൊല്ലണം. ഈ പ്രസാദവും വച്ച് ഈ മന്ത്രം 27 തവണ ചൊല്ലി നിങ്ങൾ എന്ത് കേട്ടാലും, എന്തിനു വേണ്ടി നിങ്ങൾ കേൾക്കുന്നുവോ ആ വിഷയം അങ്ങനെയേ നിങ്ങൾക്ക് നടത്തി തരും. ഇത് ഒരു ഐതിഹ്യമായിട്ട് നമ്മൾ പിന്തുടർന്നു വരുന്നത്, ഇത് ചെയ്യുന്നവര്. നമുക്ക് എല്ലാവർക്കും ഇത് അറിയത്തില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു, നിങ്ങൾ ഇനി ഇത് കണ്ടിപ്പാ ചെയ്ത് പാക്കണം. ഇനി ടൈമിങ്സ് നോക്കിയാല് പറഞ്ഞുല്ലോ ഗുരുഹോരയില്, പിന്നെ ഇല്ലെങ്കിൽ രാത്രി 12 മണിക്കുള്ളില്, അല്ല ഇന്ന് ഈ വീഡിയോ കണ്ടില്ല, നിങ്ങൾ വേറൊരു ദിവസമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിലും ചെയ്യാവുന്നതാണ്.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം എത്രയും പെട്ടെന്ന് നടക്കണമെന്നൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഈ പ്രൊസീജിയർ ഇത് വന്നിട്ട് ഈ വഴിപാട് വന്നിട്ട് ഡെയിലിയും നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റേ ഉണ്ടാവത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇതെല്ലാം ഭയങ്കര പവർഫുൾ ആയത്. സോ എൻ്റെ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നത് എന്താ വെച്ചാല്, ഒരു കാര്യം സാധിക്കണച്ചാല് ഈ ഒരു വഴിപാട് വന്നിട്ട് വ്യാഴാഴ്ച തന്നെ ചെയ്യണമെന്നില്ല. ഡെയിലിയും റുട്ടീനായിട്ട് ഇങ്ങനെ ചെയ്തു പോന്നാലും നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും. അതൊരു വൈരാഗ്യ ബുദ്ധിയായിട്ട് നമ്മൾ ഇത് ചെയ്യണം. അതിന് എനിക്ക് ഗുരുജി പറഞ്ഞു തന്ന ദിവസം 48 ദിവസമാണ്. 48 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്ത് ഞാൻ എൻ്റെ ഒരു ആവശ്യം നേടിയെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിത് ചെയ്യണമെന്ന് പറയുന്നതും. നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് തീർച്ചയായിട്ടും നമുക്ക് നടന്നു കിട്ടും. ശരിയാ? ഇത് വന്നിട്ട് ഈ 48 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്നവരാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കണം. ഓക്കെ, ഒത്തിരി നാളായിട്ട് നമുക്ക് നടക്കാതെ പോയ ഒരു കാര്യം. നമ്മൾ പാവപ്പെട്ടവനെ, നമ്മൾ പണ്ട് പണക്കാരനായിരുന്നു, എന്നാൽ ഇപ്പൊ ഒന്നുമില്ലാത്ത, ഒരു ഗതിയും ഇല്ലാത്തവനായി പോയി. 48 ദിവസം നിങ്ങൾ ഈ രഹസ്യമുറ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ മാറ്റം നിങ്ങൾക്കേ അതിശയിപ്പിക്കും. ശരിയാ? അത്രയ്ക്ക് ഒരു സത്യവാക്കായിട്ട് വന്നിട്ട് ഈ മന്ത്രത്തെയും കൂടെ ഈ വഴിപാടിനെയും സത്യമായിട്ട് നടന്നു കിട്ടും എന്ന വിഷയത്തില് ഇതും ഒരു വഴിപാട്. ശരിയാ? സോ വീഡിയോ കാണുന്നവർ ഒത്തിരി പ്രശ്നത്തിലിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്തോളുക. ഇപ്പോൾ വ്യാഴാഴ്ച നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഗുരുഹോരയിലോ അല്ലെങ്കിൽ രാത്രി 12 മണിക്കുള്ളിലോ അല്ല ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളുക. ഇല്ല, ഒത്തിരി പ്രശ്നത്തിലിരിക്കുന്നവർ, എനിക്കത് നേടിയേ ആകൂ, ഞാൻ ആ വൈരാഗ്യത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 48 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളുക. അല്ല വെച്ചാൽ നിങ്ങൾ ഓഡ് നമ്പേഴ്സിൽ ഒരു 7 ഒരു 11 അങ്ങനെ കണക്കാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് പോസിബിൾ അത് ചെയ്തോളുക. അല്ല എനിക്ക് അതിനൊന്നും പറ്റില്ല, എനിക്ക് വ്യാഴാഴ്ച മാത്രമേ പറ്റുമെങ്കിൽ അതും ഓക്കെയാണ്. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചെയ്തോളുക. ഇനി നമ്മൾ ചെയ്തൂല്ലോ. ഇനി ഈ പ്രസാദം എന്താ ചെയ്യേണ്ടത് വെച്ചാല് വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും കുറച്ച് കൊടുത്ത് കഴിക്കുക. അല്ല അത് വേണ്ട എന്നുള്ളവര്, ഇപ്പൊ രഹസ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ വീട്ടിൽ ആരോടും പറയില്ലല്ലോ, അങ്ങനെയുള്ളവര് നിങ്ങൾ വായില്ലാ ജീവനിക്ക് കൊടുക്കാവുന്നതാണ്. ഒന്നും പറ്റില്ല വെച്ചാല് നിങ്ങൾ കാൽപ്പെടാത്തിടത്തിലേക്ക് എറിഞ്ഞു കളയുക. ഇത്രയേ ഉള്ളൂ വിഷയം. ഇത് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. ഒത്തിരി നാളായിട്ട് നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ, നിങ്ങൾ നശിച്ചു പോയി എന്ന് നിങ്ങൾ കരുതപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പുനർജനിക്കാൻ വേണ്ടി ഈ ഒരു സീക്രട്ട് മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചോളുക. വേറൊന്നിരിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് ഈ വഴിപാട് ചെയ്യുന്നവര് വെളിയിൽ പറയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്തിരിക്കുന്നു എന്ന് വെളിയിൽ പറയരുത്. ഇത് എടുത്ത് പറയുന്നത് ഒരു ചില പേര്, ഞാൻ ഇന്ന് വ്യാഴാഴ്ചയാണ്, അല്ലെ ഞാൻ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാൻ ഇന്ന് കോവിലിൽ പോവും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇതെല്ലാം പ്രസാദം ഇങ്ങനെ ഞാൻ നൈവേദ്യം ചെയ്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് സീക്രട്ട് മെത്തേഡാണ്, സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചോളുക. പരസ്പരം പറയാതിരിക്കുക. ശരിയാ? ഇത് വന്നിട്ട് രഹസ്യമായിട്ട് ചെയ്യുന്നവർക്കുള്ള രഹസ്യ വഴിപാട്. ഇത് പുറത്ത് പറഞ്ഞാല് നടക്കില്ല കാര്യം. ഓക്കെ, ഇതൊരു സാധാരണ വിഷയം തന്നെ, പക്ഷെ സീക്രട്ടായിട്ട് ചെയ്യും. അതിന്റെ പവർ അത്രയ്ക്കും കഠിനമാണ്. അത്രയ്ക്കും നമുക്ക് അതിന്റെ പവർ നമ്മൾ അറിയാതെയേ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. ശരിയാ? സോ നിങ്ങൾ ആരോടും പറയാൻ നിൽക്കേണ്ട. വീഡിയോ കാണുന്നവര് അവരവരുടെ വീട്ടിൽ നിങ്ങൾ ചെയ്തോളുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്തോളുക. വേണമെന്നുള്ളവര് ചെയ്തോട്ടെ. ശ്രദ്ധിച്ചോളുക. ഇത്രയേ ഉള്ളൂ. ഒത്തിരി സിമ്പിളായ വിഷയം, എന്നാല് നമുക്ക് കൈ കൊടുക്കുന്ന കാര്യവും. എനിക്ക് വരുന്ന മെസ്സേജുകൾ കണ്ടിട്ടാണ് ഞാൻ ഓരോ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പകർന്നു തരുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർന്നു തരാൻ കാത്തിട്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.